സ്ക്രീനില് കാണുന്നുണ്ട് നമ്മുടെ പേജ്. പിന്നെ വാട്സപ്പിലോ ഗ്രൂപ്പിലോ അയച്ചിട്ടുണ്ട്. രണ്ട് രൂപത്തിൽ നോക്കാവുന്നതാണ്. അത്തയാമുനു വലത്തേതിനെ മുന്തിക്ക. യുസന്നു തയാമനു വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താക്കപ്പെടും. ഫിൽ യദൈനി രണ്ട് കൈകളിൽ, വരിജിലൈനി രണ്ട് കാലുകളിലും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കൈ രണ്ട് കാല്. അപ്പോ ആദ്യം വലത്തെ കൈ കഴുകുന്നു, പിന്നെ ഇടത്തെ കൈ കഴുകുന്നു. രണ്ട് കാല്. ആദ്യം വലത്തെ കാൽ, പിന്നെ ഇടത്തെ കാൽ. അപ്പോ ഇനി ബാക്കിയുള്ള അവയവങ്ങളോ? നമ്മളെ കയ്യും കാലേ പറഞ്ഞിട്ടുള്ളൂ. വുദൂയില് വേറെയും അവയവങ്ങൾ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് നമ്മള് രണ്ട് കൈ ഒരു മനുഷ്യനുണ്ട്. ആദ്യം വലത്തേ കൈ കഴുകണം, പിന്നെ ഇടത്തേ കൈ കഴുകണം. രണ്ട് കാല് മനുഷ്യനുണ്ട്. അപ്പൊ ആദ്യം വലത് കാൽ, പിന്നെ ഇടത് കാൽ. എന്നാൽ ഒരു മനുഷ്യന് രണ്ട് ചെവി ഉണ്ടല്ലോ. അപ്പോ ആദ്യം വലത് ചെവി, പിന്നെ ഇടത് ചെവി. അങ്ങനെയാണ് കഴുകേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ മുഖം കഴുകുന്ന സമയത്ത് ആദ്യം മുഖത്തിന്റെ വലത് ഭാഗം, പിന്നെ മുഖത്തിന്റെ ഇടത് ഭാഗം. അങ്ങനെയാണോ കഴുകേണ്ടത്? കുളിയിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. കുളിക്കുന്ന സമയത്ത് വലത് ഭാഗത്തേക്ക് വെള്ളം ഒഴിക്കുക, പിന്നെ ഇടത് ഭാഗത്തേക്ക് വെള്ളം ഒഴിക്കുക. അങ്ങനെ സുന്നത്തുണ്ട്. അതേസമയം നമ്മൾ വുദൂഇലേക്ക് വരുമ്പോ കൈ വലത് ഇടത്, കാല് വലത് ഇടത് എന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അവയവങ്ങളെല്ലാം വുദൂഇൽ ഒരുമിച്ചാണ് കഴുകേണ്ടത്. ചെവിയാണെങ്കിൽ രണ്ട് ചെവിയും ഒരുമിച്ചാണ് തടവേണ്ടത്. മുഖമാണെങ്കിൽ മുഖത്തിന്റെ എല്ലാ ഭാഗവും ഒരുമിച്ചാണ് കഴുകേണ്ടത്. മനസ്സിലായല്ലോ? അതാണ് പറഞ്ഞത് യുസന്നു തയാമുനു ഫിൽ യദൈനി വരിജിലൈനി. രണ്ട് കൈയിലും രണ്ട് കാലിലും വലതിനെയും മുന്തിക്കൽ സുന്നത്താണ്. അപ്പൊ കൈയും കാലും അല്ലാത്ത അവയവങ്ങളിലോ അത് ഒരുമിച്ചാണ് ശുദ്ധിയാക്കിയാൽ മതി. രണ്ട് ചെവി ഒപ്പണ ശുദ്ധിയാക്കിയാൽ മതി. വലാകിൻ സുന്നത്താക്കപ്പെടും അത്തയാമുനു വലത്തേതിനെ മുന്തിക്കൽ ലിനഹവി അഖതഅ ഫീ ജമീഇൽ അഅദാഇ ഇൻ തവല്ലഹ ബിനഫ്സിഹി. പിനാക്കിനെങ്കിലും യുസന്നു സുന്നത്താക്കപ്പെടും അത്തയാമുനു വലത്തേതിനെ മുന്തിക്കൽ ലിനഹവി അഖതഅ. അഖതഅനെ പോലത്തവർക്ക് എല്ലാ സ്ഥലങ്ങളിലും വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താണ്. അപ്പൊ ഒരു ചോദ്യം, ആരാണ് അഖതഅന്നല്ലേ നമ്മള് പറയുന്നത്? അഖതഅ എന്ന് പറഞ്ഞാൽ അവിടെ താഴെ ശറഹില് കാണാം, മഖ്തൂഉൽ യദി, കൈ മുറിക്കപ്പെട്ട ആള്. കൈയില്ല എന്ന് പറഞ്ഞ മനസ്സിലായില്ല. നമ്മളിപ്പോ പറഞ്ഞത് എന്താ? കൈ കഴുകുന്ന സമയത്ത് ആദ്യം വലത്, പിന്നെ ഇടത്. കാലാണെങ്കിൽ ആദ്യം വലത്തേ കാല്, പിന്നെ ഇടത്തേ കാല്. അങ്ങനൊക്കെ പറഞ്ഞു. ചെവിയാണെങ്കിൽ രണ്ട് ചെവിയും ഒരുമിച്ചാണ് തടവേണ്ടത് എന്നും പറഞ്ഞു. അതേസമയം ഒരാളുടെ ഒരു കൈയുള്ളൂ, മറ്റേ കൈ മുറിഞ്ഞു പോയിട്ടുണ്ട്. ഒരാൾക്കൊരു കൈയുള്ളൂ. ഇയാളിപ്പോ എങ്ങനെ രണ്ട് ചെവി ഒരുമിച്ച് തടവുക? ഒരു കൈയല്ലുള്ളൂ. ഒരു കൈ കൊണ്ട് എങ്ങനെ രണ്ട് ചെവിയും ഒരുമിച്ച് തടവുക? പറ്റൂല. ഒരു സമയത്ത് ഒരു ചെവിയെ തടവാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഒരാൾക്ക് വലത് കൈയുള്ളൂ, ഇടത് കൈയില്ല. ഇയാളിപ്പോ എങ്ങനെ ചെവി തടവും? ഏതെങ്കിലും ഒന്നല്ലേ ഒരു സമയത്ത് തടവാൻ പറ്റുള്ളൂ.
അപ്പൊ ഇയാൾ ആദ്യം വലത് ചെവി തടവുക, പിന്നെ ഇടത് ചെവി തടവുക. മനസ്സിലായോ? ഒരു കൈയുള്ള ആള് വുദൂഇലെ എല്ലാ സമയത്തും വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താണ്. നോർമലി ഒരാളെ സംബന്ധിച്ചിടത്തോളം കൈ കഴുകുമ്പോഴും കാല് കഴുകുമ്പോഴും മാത്രമേ വലത്തേതിനെ മുന്തിക്കൽ സുന്നത്തുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അതിന്റെ അടുത്ത പോയിന്റാണ് പറയുന്നത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ഇവിടെ ഹദീസിലെ ഓരോ പ്രയോഗത്തിനും അതിൻ്റെതായ മീനിങ്ങുകളുണ്ട്. ഈ കാനട്ട് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി തന്നെ അങ്ങനെയായിരുന്നു എന്ന് കിട്ടും. അപ്പോ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടം വെക്കുന്നവരായിരുന്നു. അത്തയാമുനു, വലത്തേതിനെ മുന്തിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടായിരുന്നു എന്ന് പറഞ്ഞാല് അവ എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വലത്തേതിന് മുന്തിക്കാറുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ മാത്രം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്‌ലിസിൽ ഇരിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് വെള്ളം കുടിച്ചു അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു, ഇനി അതിന്റെ ബാക്കി കൊടുക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നബിയുടെ വലത് ഭാഗത്തുള്ള ആൾക്കാണ് കൊടുക്കുക. ഇനി ഇടത് ഭാഗത്തുള്ള ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ വലത് ഭാഗത്തുള്ള ഒരാളുടെ സമ്മതം ചോദിച്ചതിന് ശേഷമേ കൊടുക്കുള്ളൂ. കാരണം ആ വലത്തിന്റെ പ്രത്യേകതയാണ് എന്നർത്ഥം. മനസ്സിലായോ? അപ്പോ ഹദീസിൽ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യുഹിബ്ബു, ഇഷ്ടം വെക്കുന്നവരായിരുന്നു, അത്തയാമുന, വലത്തേതിനെ മുന്തിക്കുക, ഫീ തനഉലിഹി, ചെരുപ്പ് ധരിക്കുന്ന സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് വലത്തേതിനെ മുന്തിക്കും. അതേപോലെ തറജുലിഹി വതുഹൂരിഹി ഫീ ശഇരിഹി കുല്ലിഹി, എല്ലാ കാര്യങ്ങളിലും, ശുദ്ധീകരണത്തിലും ചെരുപ്പ് ധരിക്കുന്നതിലും എല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതിനെ മുന്തിക്കും. ആദ്യം വലത് ചെയ്യും, പിന്നെയാണ് ഇടത് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഫയുസന്നു തയാമുനു, വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താണ്. ഫീ കുല്ലി മാ ഹുവ മിൻ ബാബിത് തക്രീമി, തെക്കിരീമിന്റെ ബാബിൽപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താണ്. തെക്കിരീം പറഞ്ഞാല് ഒരു ആദരിക്കപ്പെടുന്ന, ഒരു വന്ദിക്കപ്പെടുന്ന കാര്യങ്ങൾക്കെല്ലാം വലത്തേതിനെ മുന്തിക്കൽ എന്താണ്? സുന്നത്താണ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, ഒരാൾക്ക് നമ്മൾ ഷെയ്ക്കാന് കൊടുക്കുമ്പോ, സലാം പറയുമ്പോ അതൊരു ആദരിക്കപ്പെടുന്ന, ഒരു വന്ദിക്കപ്പെടുന്ന കാര്യമാണ്. വലത്തേതിനെ കൊടുക്കണം. ഒരാള് നജസിനെ വൃത്തിയാക്കുമ്പോ, ബാത്റൂമിൽ വൃത്തിയാക്കുമ്പോ, അപ്പൊ അതൊരു വന്ദിക്കപ്പെടുന്ന കാര്യമല്ലല്ലോ. അപ്പൊ അതിനെ ഇടതിനെ മുന്തിക്കണം. അപ്പൊ തെക്കിരീമിന്റെ ബാബിൽപ്പെട്ട ഒരു വന്ദിക്കുന്ന, ഒരു ആദരിക്കപ്പെടുന്ന ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വലത്തേതിനെ മുന്തിക്കണം. അത് സുന്നത്താണ്. കത്തപ്പലീമി, നഖം വെട്ടുക. നഖം വെട്ടുന്ന സമയത്ത് ആദ്യം വലത് കൈയിലെ നഖം വെട്ടണം, പിന്നെയാണ് ഇടത് കൈയിലെ എന്ത് ചെയ്യാ, നഖം വെട്ടേണ്ടത്. വൽ ഇക്തിഹാൽ, സുറുമയിടുമ്പോ ആദ്യം വലത് കണ്ണ്, പിന്നെ ഇടത് കണ്ണ്. വൽ അഖദി, ഒരു സാധനം നമ്മൾ ഒരാൾക്ക് കയ്യിൽ നിന്ന് വാങ്ങുമ്പോ, അത്തായി, മറ്റൊരാൾക്ക് സാധനം കൊടുക്കുമ്പോ, ഇതൊക്കെ വലത് കൈ കൊണ്ടാ കൊടുക്കേണ്ടത്. ഒരാൾ നമുക്ക് സാധനം തരണം, വലത് കൈ കൊണ്ട് വാങ്ങണം. ഒരാൾക്കും അത് കൊടുക്കുകയാണെങ്കിലോ അപ്പോഴും വലത് കൈ കൊണ്ടാണ് കൊടുക്കേണ്ടത്.
വസ്ത്രം ധരിക്കുമ്പോ ഇപ്പൊ ഷർട്ട് ധരിക്കുമ്പോ ഷർട്ടിന് റൈറ്റ് കൈയുണ്ട് ലെഫ്റ്റ് കൈയുണ്ട്. അപ്പൊ ആദ്യം റൈറ്റ് ധരിക്കണം, പിന്നെ ലെഫ്റ്റ് ധരിക്കേണ്ടത്. അതുപോലെ തന്നെ വന്നഅലി ചെരുപ്പ് ധരിക്കുമ്പോ, വസ്വാക്കി പല്ല് തേക്കുമ്പോ, അല്ലെ, പല്ല് തേക്കുമ്പോ വലത് സൈഡിലെ പല്ലുകളാണ് ആദ്യം തേക്കേണ്ടത്, പിന്നെയാണ് ഇടത് സൈഡിലെ പല്ലുകൾ. അതുപോലെ തന്നെ ഇടർച്ചയാക്കാം. നമ്മുടെ വുളൂഇലൊക്കെ ഇടർച്ചയാക്കുമ്പോ കൈ ആദ്യം വലത്തെ കൈ ആക്കണം, പിന്നെ അടുത്ത കൈ ആക്കണം. പല്ല് കുത്തുന്ന സമയത്തും ഒക്കെ ആദ്യം വലത്തിനെ മുന്തിക്കണം, പിന്നെ ഇടത്തിനെ മുന്തിക്കണം. അതേസമയം ഇടത്തേതിനെ മുന്തിക്കൽ സുന്നത്താണ്. ബാബ്, ഒരു വന്ദിക്കപ്പെടുന്ന, ഒരു റെസ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വലത്തേതിനെ മുന്തിക്കണം എന്ന് പറഞ്ഞു. ഇനി ബാബുൽ ഇഹാന, അങ്ങനെ ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന കാര്യമല്ല, വന്ദിക്കപ്പെടുന്ന കാര്യമല്ല, അതിന് ഇടത്തേതിനെയാണ് മുന്തിക്കേണ്ടത്. ഏതുപോലെ മനോഹരം ചെയ്യാം. ബാത്റൂമിൽ പോയതിന് ശേഷം നമ്മൾ വൃത്തിയാക്കുമ്പോ ആവശ്യമായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് വലത് കൈ കൊണ്ടാണ്, വൃത്തിയാക്കേണ്ടത് ഇടത് കൈ കൊണ്ടാണ്. അതിനാണ് ഇസ്തിൻജ എന്ന് പറയാം, വൃത്തിയാക്കുന്നതിന്. നമ്മളെ മൂക്ക് വൃത്തിയാക്കാം. മൂക്ക് വൃത്തിയാക്കേണ്ടത് ഏത് കൈ കൊണ്ടാ? ഇടത് കൈ കൊണ്ടാണ്. വായയിലേക്കും മൂക്കിലേക്കും വെള്ളം പ്രവേശിപ്പിക്കണം, അത് വലത് കൈ കൊണ്ടാണ്. വലത് കൈ കൊണ്ട് വായിലേക്കും മൂക്കിലേക്കും വെള്ളം പ്രവേശിപ്പിക്കും. ഇപ്പൊ വായിലേക്കും മൂക്കിലേക്കും വെള്ളമാക്കി വലത് കൈ കൊണ്ട്. ഈ വെള്ളം ഇനി പുറത്തേക്ക് തുപ്പാൻ പിന്നെ കൈയിന്റെ ആവശ്യമില്ല, തുപ്പിക്കളഞ്ഞാൽ മതി. തുപ്പുന്ന സമയത്ത് വലത് ഭാഗത്തേക്ക് തുപ്പരുത്, ഇടത് ഭാഗത്തേക്ക് തുപ്പണം. ഇനി മൂക്കിലെ വെള്ളം ഒഴിവാക്കാൻ ഇടത് കൈ കൊണ്ടാണ് കളയേണ്ടത്. വലത് കൈ കൊണ്ട് മൂക്കിലേക്കും വായിലേക്കും വെള്ളമാക്കുന്നു, ഇടത് കൈ കൊണ്ട് മൂക്കിൽ നിന്ന് വെള്ളം പുറത്ത് കളയുന്നു. അതുപോലെ തന്നെ നേരത്തെ വസ്ത്രം ധരിക്കുന്ന സമയത്ത് വലത്തേതിനെ മുന്തിക്കണം, വസ്ത്രം അഴിക്കുന്ന സമയത്ത് ഇടത്തേതിനെ മുന്തിക്കണം. മനസ്സിലായല്ലോ? വന്നഅലി ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത് ചെരുപ്പ്, ചെരുപ്പ് അഴിക്കുമ്പോൾ ആദ്യം ഇടത് ചെരുപ്പ് അഴിക്കുക. മനസ്സിലായല്ലോ? തയ്യാമുനു വലത്തേതിനെ മുന്തിക്കുക. ചുരുക്കി പറഞ്ഞ നല്ല കാര്യങ്ങൾക്കൊക്കെ വലതിനെ മുന്തിക്കുക, നല്ലതല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം ഇടതിനെയും മുന്തിക്കുക. ഇനി 16-ാമത്തത് അൽ ബദാഅതു ഫിൽ വജ്ഹി ബിഅഅലാഹു, മുഖം കഴുകുന്ന സമയത്ത് അൽ ബദാഅതു മുഖം കഴുകൽ തുടങ്ങേണ്ടത്, ഫിൽ വജ്ഹി മുഖത്തിൽ തുടങ്ങേണ്ടത്, ബിഅഅലാഹു മുകൾ ഭാഗത്ത് നിന്നാണ്. ഉദാഹരണത്തിന് വുളൂഇലെ മുഖം കഴുകൽ നിർബന്ധമാണ് എന്ന് നമുക്കറിയാം. വെള്ളം കൊണ്ടാണ് കഴുകേണ്ടത് നമുക്കറിയാം. അപ്പൊ മുഖം കഴുകണം, വെള്ളം കൊണ്ട് കഴുകണം. ഒരാൾ കയ്യിൽ വെള്ളം എടുത്തു, ഈ സൈഡിന്ന് തുടങ്ങിയാണ്. എല്ലാ ഭാഗത്തേക്കും വെള്ളെത്തിയോ? എത്തിയിട്ടുണ്ടെങ്കിൽ ഉളു ശരിയാണ്. അല്ലെ ഒരാൾ വെള്ളം എടുത്തു, ഈ സൈഡിൽ നിന്നും തുടങ്ങി ഇങ്ങനെ, അപ്പോഴും എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിയാൽ ഉളു ശരിയാണ്. അല്ലെ ഒരാൾ വെള്ളം എടുത്തു താഴെന്ന് ഇങ്ങനെ മേലോട്ട്, ഉളു ശരിയാവും. പക്ഷേ സുന്നത്ത് എങ്ങനെയാണ്? വെള്ളം എടുക്കുന്നു, മുഖത്തിന്റെ മേലെ ഭാഗത്ത് നിന്ന് താഴോട്ട്, അതാണ് സുന്നത്തായ രൂപം. അതാണ് പറഞ്ഞത്
നമ്പർ 6 അൽ ബദാഅത്തു ഫിൽ വജ്ഹി ബിഅഅലാഹു. മുഖം കഴുകി തുടങ്ങേണ്ടത് മുഖത്തിന്റെ മുകൾ ഭാഗത്ത് നിന്നാണ്. മുഖം കഴുകൽ തുടങ്ങേണ്ടത് മുഖത്തിന്റെ മേൽഭാഗത്ത് നിന്നാണ്. അപ്പൊ അടുത്തൊരു ചോദ്യം, മുഖം തുടങ്ങേണ്ടത് മേൽഭാഗത്തു നിന്നാണെന്ന് മനസ്സിലാക്കി. ഇനി കൈ കഴുകാനുണ്ടല്ലോ, കൈ കഴുകാൻ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? അതേപോലെ തന്നെ എവിടെ നിന്നാണ്? അതേപോലെ തന്നെ കാലും കഴുകൽ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? കാലും കഴുകൽ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? ബിഅസ്വാബിഇഹിമാ, അവ രണ്ടിന്റെയും വിരലുകളുടെ ഭാഗത്തു നിന്നാണ്. മുഖം കഴുകാൻ തുടങ്ങിയത് മുഖത്തിന്റെ മുകൾ ഭാഗത്ത് നിന്നാണ്. അപ്പൊ കൈ കഴുകാൻ തുടങ്ങേണ്ടത് കൈയിന്റെ മുകൾ ഭാഗമായ മുട്ടിൽ നിന്നും താഴോട്ടാണോ? അല്ല. കാല് കഴുകേണ്ടത് കാലിന്റെ മേൽഭാഗമായ മുട്ടുംകാല് മുതൽക്ക് താഴോട്ടാണോ? അല്ല. കൈയിലും കാലിലും കഴുകൽ തുടങ്ങേണ്ടത് വിരലുകളിൽ നിന്നാണ്. അപ്പോ കയ്യില് വെള്ളമെടുത്തു, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒഴിക്കും. അപ്പോ വിരലിന്റെ ഭാഗത്ത് നിന്നാണ് വെള്ളം താഴോട്ട് വരുന്നത്. അതുപോലെ തന്നെ കാല് കഴുകുമ്പോഴും വിരലിൽ നിന്നാണ് കാലിലും കഴുകൽ തുടങ്ങേണ്ടത്. മനസ്സിലായോ? ഇയാൾക്ക് വേറെ ആരെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വിരലിൽ നിന്നും അതേപോലെ തന്നെ കാലിൽ നിന്നുമൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? കൈകൾ തുടങ്ങേണ്ടത്. പ്രയാസമുള്ള കാര്യമില്ലല്ലോ. 17 അഖ്ദുൽ മാഇ, വെള്ളം എടുക്കണം, ഇലാ വജ്ഹി, മുഖത്തിലേക്ക്, ഇലാ വജ്ഹി, മുഖത്തേക്ക്, ബികഫൈഹി മഅൻ, രണ്ട് കൈ കണ്ടും ഒരുമിച്ച്. മുഖം കഴുകണം എന്ന് പറഞ്ഞല്ലോ. ആദ്യം ഒരാളെ ഈ കൈ ഇങ്ങനെ വെള്ളമെടുത്തു, ഇങ്ങനെ കഴുകി, ഇതിൽ വെള്ളമെടുത്തു, ഇങ്ങനെ കഴുകി. സംഗതി ഇപ്പൊ മുഖത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളത്തി ഇതൊക്കെ ശരിയാവും. പക്ഷേ അവിടെ പരിപൂർണമായ സുന്നത്ത് കിട്ടണമെങ്കിൽ സാധാരണ പോലെ കഴുകുന്ന വിപരീതമായിട്ട് എന്ത് ചെയ്യണം? ഉദാഹരണത്തിന് മുഖം കഴുകുന്ന സമയത്ത് രണ്ട് കയ്യിൽ വെള്ളം എടുക്കുന്നു, എന്നിട്ട് ഒരുമിച്ച് മുകളിൽ നിന്ന് താഴും. രണ്ട് കൈയിലും ഒരുമിച്ച് വെള്ളമെടുക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് അഖ്ദുൽ മാഇ, വെള്ളമെടുക്കണം, ഇലാ വജ്ഹിഹി, മുഖത്തിലേക്ക്, മുഖം കഴുകുന്നതിലേക്ക്, ബികഫൈഹി മഅൻ, രണ്ട് കൈ കൊണ്ടും ഒരുമിച്ചാണ് വെള്ളമെടുക്കേണ്ടത്. 18 അസ്വബ്ബു, വെള്ളം ചൊരിക്കണം, വെള്ളം ഒഴിക്കണം, അലാ റിജ്ലൈഹി, അയാളുടെ രണ്ട് കാലിന്റെ മേൽ, ബിയമീനിഹി, വലതു കൈ കൊണ്ട്, വലദൽകുഹുമ, അത് തേച്ചുരക്കണം, ബിയസാരിഹി, ഇടത് കൈ കൊണ്ട്. കാല് കഴുകണ സമയത്ത് വലത് കൈ കൊണ്ട് കാലിലേക്ക് വെള്ളം ഒഴിക്കുന്നു, ഇടത് കൈ കൊണ്ട് കാലിനെ എന്ത് ചെയ്യുന്നു? വലത് വൃത്തിയാക്കും. മനസ്സിലായോ? വെള്ളം ഒഴിക്കേണ്ടത് വലത്തെ കൈ കൊണ്ട്, വൃത്തിയാക്കേണ്ടത് ഇടത് കൈകളെ കൊണ്ട് എന്നർത്ഥം. കഴിഞ്ഞു. ഇനി 19
19. وضع ما يغترف منه عن يمينه وما يصب منه عن يساره. കേൾക്കുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? കോരിയെടുക്കുന്ന പാത്രം വലത് ഭാഗത്ത് وضع ما يغترف منه عن يمينه وما يصب منه عن يساره. ഉദാഹരണത്തിന് നമ്മൾ വലത് കൈയിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോ കോരിയെടുക്കുന്ന പാത്രം വലത് ഭാഗത്തും രണ്ടുണ്ട്. وما يصب منه عن يساره മറ്റത് ഇടത് ഭാഗത്തും വെക്കണം. ഉദാഹരണത്തിന് നമ്മൾ വലത് കൈയിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോ കപ്പും ബക്കറ്റും രണ്ടുണ്ട്. ഉപയോഗപ്പെടുത്തുക. 20 അശ്രദ്ധമാക്കപ്പെടാൻ സാധ്യതയുള്ള ഭാഗങ്ങളെ സൂക്ഷിച്ചു കഴുകുക. അപ്പോ ഒരു കപ്പ് വലത് ഭാഗത്തും മറ്റത് ഇടത് ഭാഗത്തും മുക്കിയെടുത്തിട്ട് എന്ത് ചെയ്യുക? മനോഹരം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. 20 അശ്രദ്ധമാക്കപ്പെടാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ സൂക്ഷിച്ചു കഴുകുക. കമൂക്കിൻ വലിഹാദിൻ ഫയതഅഖുദുഹുമാ ബിശഖ്ഖി സബ്ബബതൈഹി വകഅഖബിൻ വമൗദിഇൻ ഖാതബിൻ. അശ്രദ്ധമായി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ സൂക്ഷിച്ചു കഴുകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മുഖം ഇങ്ങനെ കഴുകി മുഖം കഴുകി കഴിഞ്ഞാല് എല്ലാ ഭാഗത്തും വെള്ളം എത്തണല്ലോ. വെള്ളം എത്താതെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ വെള്ളം എത്തിയിട്ടില്ല എന്നാൽ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനത്തെ ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ പ്രത്യേകം സൂക്ഷിച്ച് കഴുകണം. ഒന്ന് പീളക്കുഴി, അതാണ് മൂക്ക്. അപ്പൊ നമ്മള് വെള്ളം ഒഴിച്ചു എന്ന് കേട്ടിട്ട് അല്ലെങ്കിൽ ഈ പീളക്കുഴിയില് പീള ഉണ്ടാവും. അതോടെ നിറഞ്ഞിക്കുമ്പോ അവിടേക്ക് വെള്ളം ചേരൂലല്ലോ. അതിങ്ങനെ വൃത്തിയാക്കിയിട്ട് അവിടേക്ക് വെള്ളം എത്തിക്കണം. ആ ഭാഗം വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണ്? അത് പറയുന്നുണ്ട് സബ്ബാബത്തണി വരല്. ഈ ചൂണ്ട് ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് വൃത്തിയാക്കണം. അതേപോലെ പീളക്കൊയ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഭാഗത്താണല്ലേ, ഈ മൂക്കിന്റെ ഈ ഭാഗത്തുള്ളതാണ് എന്റെ പീളക്കുഴി. അതുപോലെ തന്നെ ഈ കണ്ണിന്റെ ഈ വാലിന്റെ ഭാഗമുണ്ട് ഇവിടെ, രണ്ട് ചൂട്, അവിടെയും അതുപോലെ ശ്രദ്ധിക്കണം. അവിടെ എന്തെങ്കിലും അടിഞ്ഞു നിൽക്കുന്നുണ്ടോ, വെള്ളം ചേരുന്നുണ്ടോ, അപ്പൊ ഇവിടെയും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവിടെയും ശ്രദ്ധിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നല്ല. ഇതുപോലെ വെള്ളം ചേരുന്നതിന് വെള്ളം സംഗതിയിൽ എത്തിയിട്ടില്ല എന്ന് നമ്മളത് ശ്രദ്ധിക്കപ്പെടൂല. അങ്ങനത്തെ സ്ഥലങ്ങൾ നന്നായി ഫോക്കസ് ചെയ്ത് കഴുകണം എന്നാണ് പറയുന്നത്. വേറെയുണ്ട് അക്ബറാലെ ഈ കാലിന്റെ ഈ മടമ്പുണ്ടല്ലോ, അവിടൊക്കെ എന്തുണ്ടാവും? ഈ ചുളിവുകൾ ഉണ്ടാവും. തൊലി ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. നമ്മള് വെള്ളം ഒഴിച്ചു വിചാരിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തൂല. അതിങ്ങനെ സൂക്ഷിച്ച് കഴുകണം. ഇടത് കൈ കൊണ്ടൊക്കെ ഒന്ന് വെള്ളം ഇങ്ങനെ തേച്ച് വരച്ച് കഴുകുമ്പോഴാണ് എല്ലാ മടക്കിലേക്കും ചുളിവിലേക്കും വെള്ളം എത്തുള്ളൂ. അതുപോലെ മോതിരം ധരിച്ച സ്ഥലം. ഒരാളെ ഈ മോതിരം പറയാനുള്ള കാരണം വള സാധാരണ ലൂസായിട്ട് കയ്യിലുണ്ടാകാറുള്ളത്. അപ്പൊ പിന്നെ അതിന്റെ താഴേക്കൊക്കെ വെള്ളം എത്തും. മോതിരം പൊതുവെ ടൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോ ടൈറ്റാക്കി മോതിരം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വെള്ളം എത്തൂല. വെള്ളം എത്താതെ ഒതുവെടുത്താൽ ഒതുവും ശരിയാകൂല, നിസ്കാരം ശരിയാകൂല. അപ്പൊ ടൈറ്റ് മോതിരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഒതുവെടുക്കുന്ന സമയത്ത് ആ മോതിരം ഊരി വെക്കുക, ഒതുവെടുത്തതിന് ശേഷം തിരിച്ചിടുക. അല്ലെങ്കിൽ കൈ കഴുകുന്ന സമയത്ത് മോതിരം എന്ത് ചെയ്യണം? മേലോട്ടും താഴോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണം. ഒരു ഭാഗത്തേക്ക് മാത്രമല്ല. ആ ഭാഗത്തേക്ക് വെള്ളം എത്തുമല്ലോ. അപ്പോ മടമ്പ് ഇതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴുകണം. മടമ്പും മോതിരട്ട സ്ഥലങ്ങളും എല്ലാം. അല്ലെങ്കിൽ ചെറിയ അശ്രദ്ധായിരിക്കും, അവിടേക്ക് വെള്ളം എത്തൂല. അതിന്റെ പേരില്
എന്ത് പറയാ, നിസ്കാരം തന്നെ ഉദു ശരിയാകൂല. ഉദു ശരിയായിട്ടില്ലെങ്കിൽ എന്തും ശരിയാകൂല, നിസ്കാരവും ശരിയാകാതെ പോകും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത പേജിലേക്ക് പോവുകയാണ്. 23-ാമത്തെ പേജാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. തൊട്ടടുത്ത പേജ് 24-ാമത്തെ പേജ്. അതും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. മറ്റൊരു ഗൂഗിൾ മീറ്റിൽ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പേജ് മറിക്കുകയാണ്. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് മുഖം കഴുകുമ്പോ ശ്രദ്ധിക്കാന്, കൈ കഴുകുമ്പോഴുള്ള സുന്നത്ത്, അങ്ങനെ ഓരോരോ സ്ഥലം പറഞ്ഞിട്ടാ സുന്നത്തുകൾ പറഞ്ഞത്. ഫാത്തിഹയിലെ സുന്നത്ത്, അതുപോലെ ഓരോ അന്നവിടെ നീയത്തിനെ പറഞ്ഞേക്കണ്. നീയത്ത് ഉദ്ദുവിന്റെ ഫറളല്ലേ. നീയത്തില്ലാതെ എങ്ങനെ ഉദു ശരിയാവും? പിന്നെന്താ നെയ്യത്തിനെ എവിടെ എണ്ണയിക്കണം? ആലോചിച്ച് നോക്കി. എന്താണ് കാരണം? ഇവിടെ നീയത്ത് വെക്കണം എന്നല്ല പറഞ്ഞത്. നീയത്ത് വെക്കൽ വുളൂഇന്റെ ഫറളാണ് എന്നല്ല, എല്ലാ അമലിന്റെയും ഫറളാണ് നീയത്ത് വെക്കൽ. ഇവിടെ പറഞ്ഞത് എന്താ? ആ നീയത്തിനെ ഇങ്ങനെ നിലനിർത്തും. നിസ്കാരം തുടങ്ങി തക്ബീർ കെട്ടാൻ നേരത്തെ നീയത്ത് മനസ്സിൽ കൊണ്ടുവരുന്നു. ആ നീയത്തോടെ കൂടെ തക്ബീർ കെട്ടുന്നു. പിന്നെ തക്ബീർ കെട്ടി ഫാത്തിഹ ഓതുന്നുണ്ട്, റുകൂക്ക് പോകുന്നുണ്ട്, ഇഅ്തിദാലിൽ പോകുന്നുണ്ട്. ചിന്തി മനസ്സൊക്കെ വേറെ ഏതോ ഭാഗത്തേക്ക് അല്ലേ? അതാണ് സാധാരണ ആൾക്കാരുടെ നിസ്കാരം. അങ്ങനെ ആകാൻ പറ്റൂലല്ലോ. അപ്പൊ ഇവിടെ പറയണത് ആ നീയത്തുണ്ടല്ലോ, അള്ളാഹുവിന് വേണ്ടി അള്ളാഹു തആല കൊണ്ട് നിസ്കരിക്കുന്നു എന്നുള്ളൊരു നീയത്ത്. ആ നീയത്തിനെ ആ അമലിൽ പൂർണ്ണമായും ഇങ്ങനെ നിലനിർത്തുക. എപ്പോഴും മനസ്സിലുള്ള ആ നീയത്ത് അങ്ങനെ നിസ്കാരം മുഴുവനായിട്ട് മനസ്സിൽ ഇങ്ങനെ നിലനിർത്തുക. അത് സുന്നത്താണ്. 22 ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മുന്നിടൽ. ഖിബ്ലക്ക് മുന്നിട്ടില്ലെങ്കിൽ ശരിയാവോ? നിർബന്ധല്ലേ? അത് വുദൂഇലല്ല, അത് നിസ്കാരത്തിലാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ് വുദൂഇൽ പ്രവേശിക്കുക എന്നുള്ളത്. അപ്പോ നിസ്കാരത്തിൽ ഖിബ്ലയിലേക്ക് മുന്നിടൽ നിർബന്ധമാണ്. അതില്ലാതെ നിസ്കാരം ശരിയാകൂല. ഖിബ്ലക്ക് മുന്നിടൽ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ്. ഇവിടെ നമ്മൾ വുദൂ ആണ് പറയുന്നത്. വുദൂഇലെ ഖിബ്ലയിലേക്ക് മുന്നിടൽ എന്തുള്ളൂ? സുന്നത്തുള്ളൂ. എല്ലാവരുടെ ക്യാമറ ഒക്കെ ഓണാക്കിയിട്ട് ഓണാക്കി ഇടപെട്ടാല് ക്ലാസ് കൂടി രസം ഉണ്ടാവും കേട്ടോ.
ഉദുഇലെ ഖിബിലയിലേക്ക് മുന്നിടൽ സുന്നത്താണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 23 ബിലാ ഉടനടി കൊണ്ടുവരിക എന്നർത്ഥം. തെർത്തീബ് ഉണ്ട്, വിലാ ഉണ്ട്. തെർത്തീബ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അത് അതിന്റെ ഓർഡറിൽ ചെയ്തു വരിക. നമ്മൾ ഉദുവാണല്ലോ പറയുന്നത്. അപ്പൊ ഉദുവില് ഉദാഹരണത്തിന് മുഖം കഴുകിയതിന് ശേഷമാണ് കൈ കഴുകേണ്ടത്. കൈയിന് ശേഷം തല, അത് കഴിഞ്ഞിട്ട് ചെവി, അത് കഴിഞ്ഞിട്ട് കാൽ. ആ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിൽ തന്നെ ചെയ്യണം. അതിനാണ് തെർത്തീബ് എന്ന് പറയുന്നത്. വില എന്ന് പറഞ്ഞാൽ ഇവകൾ തമ്മിൽ ഗ്യാപ്പ്, ഡിസ്റ്റൻസ് ഉണ്ടാകാതിരിക്കുക. ഉദാഹരണത്തിന് ഒരാള് മുഖം കഴുകി ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ അയാള് കൈ കഴുകുന്നത്. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അടുത്ത കൈ കഴുകുന്നത്. ഇങ്ങനെ ആവുമ്പോ വിലാഹ് നഷ്ടപ്പെട്ടു പോകും. ഉടനടി ചെയ്യുക, പെട്ടെന്ന് ചെയ്യുക എന്ന ആവശ്യം, അതാണ് വിലാഹ്. പെട്ടെന്ന് ചെയ്യാം. മുഖം കഴുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം? കൈ കഴുകണം. കൈ കഴുകി കഴിഞ്ഞ ഉടനെ തന്നെ തല, ചെവി, അതിനാണ് വിലാഹ് എന്ന് പറയും. അത് സുന്നത്താണ്. അതാ പറയുന്നു ഉടനടി കൊണ്ടുവരിക. പഴയ ഭാഷ അനുസരിച്ച് ഈ തർത്തീബിന് തുടരെ കൊണ്ടുവരിക, വിലാഹിന് തുടർച്ച, അങ്ങനൊക്കെ അർത്ഥം പറയും. അപ്പൊ നമ്മൾ ആ വാക്ക് മാറ്റിയിട്ട് ഒന്നുകൂടി വ്യക്തമാവുന്ന വാക്കാക്കി മാറ്റിയതാണ്. തർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമത്തിൽ കൊണ്ടുവരിക. പിന്നെ അതേപോലെ വിലാഹ് എന്ന് പറഞ്ഞാൽ ഉടനടി കൊണ്ടുവരിക. ഉടനെ കൊണ്ടുവരിക. നോക്കാം. ഉടനടി കൊണ്ടുവരൽ സുന്നത്താകും. ബൈനൽ അഅ്ദാഇൽ വുദൂഇ, വുദൂഇന്റെ അവയവങ്ങൾക്കിടയിൽ, വബൈന അജ്സാഇൽ വുദൂഇ അൽ വാഹിദി, ഒരു അവയവത്തിന്റെ ഭാഗങ്ങൾക്കിടയിലും, മൂന്ന് പ്രാവശ്യം കഴുകലുണ്ടല്ലോ അവകൾക്കിടയിലും. ഒന്നാമത്തത് കഴുകരുത് ആ നിലക്ക്. രണ്ടാമത്തെ തുടങ്ങുന്നതിന് മുമ്പ്. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയാം. ഉടനടി കൊണ്ടുവരൽ സുന്നത്താണ്. ബൈന അഅ്ദാഇൽ വുദൂഇ, വുദൂഇന്റെ അവയവങ്ങൾക്കിടയിൽ. ഞാൻ പറഞ്ഞു, മുഖം കഴുകിയ ഉടനെ തന്നെ കൈ കഴുകുക, കൈ കഴുകിയ ഉടനെ തന്നെ തല. അതിപ്പോ എന്താണ്? ഓരോ അവയവങ്ങൾ തമ്മിൽ ഉടനടി കൊണ്ടുവരില്ല. മുഖം വേറെയാണ്, കൈ വേറെയാണ്, കാല് വേറെയാണ്. പക്ഷെ അവകൾ തമ്മിൽ എന്ത് ചെയ്യരുത്? ഗ്യാപ്പ് വരരുത്. അതാണ് ഫർദുകൾ തമ്മിൽ, അല്ലെങ്കിൽ അവയവങ്ങൾ തമ്മിൽ. അവയവത്തിന്റെ ഭാഗങ്ങൾക്കിടയിലും, ഒരു അവയവത്തിന്റെ ഭാഗങ്ങൾക്കിടയിലും എന്താകണം? ഉടനടി കൊണ്ടുവരണം. അങ്ങനെ എന്താ പറഞ്ഞാൽ മനസ്സിലായോ? ഉദാഹരണത്തിന് ഒരാൾ മുഖം കഴുകണം. വെള്ളം ഒഴിച്ചു. ഫസ്റ്റ് വെള്ളം ഒഴിച്ചപ്പോ മുഖത്തിന്റെ കുറച്ച് ഭാഗത്തേക്ക് വെള്ളത്തിലുള്ളൂ. ഉദാഹരണത്തിന് മുഖത്തിന്റെ പകുതി നനഞ്ഞു, പകുതി നനയാനുണ്ട്. ഇനി അടുത്ത കഴുകല് കുറെ സമയം കഴിഞ്ഞിട്ടാ. അപ്പൊ എന്തായി? ഈ വിലാഹ് പോയി. ഒരു അവയവത്തിന്റെ എല്ലാ ഭാഗവും, അതുപോലെ തന്നെ ഒരു അവയവം കഴിഞ്ഞ് അടുത്ത അവയവം, എല്ലാ കഴുകലുകളും പെട്ടെന്ന് ചെയ്യാ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് വിലാഹ് സുന്നത്താണ്.
അതുപോലെ തന്നെ 3 പ്രാവശ്യം കഴുകുന്നതിനിടയിൽ പറയുന്നുണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുന്നതിനിടയിലും അപ്പോ ഓരോ കഴുകൽ, ഉദാഹരണത്തിന് കൈ 3 പ്രാവശ്യം കഴുകൽ സുന്നത്ത്. ഒന്നാമത്തെ കഴുകൽ കഴുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ടാമത്തെ കഴുകുക, ഉടനെ തന്നെ മൂന്നാമത്തെ കഴുകുക. ഇതാണ് സുന്നത്തായ രൂപം. ഇനി ഉടനടി കൊണ്ടുവരണം എന്ന് പറയുമ്പോ അതിനളക്കുന്ന മാനദണ്ഡം എന്താണ്? അതാണ് പറയുന്നത്. ഒരാൾ ഇപ്പൊ കൈ 3 പ്രാവശ്യം കഴുകാനുള്ളതാണല്ലോ. കൈ എന്ത് ചെയ്തു? ഒരു പ്രാവശ്യം കഴുകി. ഇപ്പൊ ഫസ്റ്റത്തെ ഒരു പ്രാവശ്യം കഴുകിയപ്പോ കൈയൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഈ നനവ് ഉണങ്ങുന്നതിന്റെ മുമ്പേ എന്ത് ചെയ്യണം? അടുത്തു പോണം. ഉദാഹരണത്തിന് കൈ ഒരു പ്രാവശ്യം കഴുകി. ഈ കൈയിന്റെ നനവ് മാറുന്നതിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യണം? രണ്ടാമത്തെ കഴുകൽ തുടങ്ങണം. അപ്പൊ ആ രണ്ടാമത്തെ കഴുകിയ നനവ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ മൂന്നാമത്തെ കഴുകൽ കഴുകണം. മനസ്സിലായോ? അപ്പൊ അതേസമയം ഒരാള് കൈ കഴുകി ഫസ്റ്റ്, ആ കഴുകിയ വെള്ളമൊക്കെ ഉണങ്ങിപ്പോയി. പിന്നെ രണ്ടാമത്തെ കഴുകല്. അപ്പൊ അതിനിടയിൽ ഒരുപാട് ഗ്യാപ്പ് വന്നു എന്നല്ലേ? ഗ്യാപ്പ് വരാൻ പാടില്ല എന്നർത്ഥം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ സ്പോട്ടിൽ ചോദിക്കട്ടെ. അപ്പോ ഉടനടി കൊണ്ടുവരെ നിർബന്ധമാകും നിത്യാശുദ്ധിക്കാരന്, സമയം കുടുസായ ആൾക്കും. ഇപ്പൊ ഇവിടെ ഞങ്ങൾ പറഞ്ഞു ഓരോ അവയവങ്ങൾക്കിടയിൽ വേഗം വേഗം കഴുകുക. അവിടെ പിന്നെ കിട്ടിയില്ല, ഗ്യാപ്പ് വരരുത്. എന്നാൽ ചിലർക്ക് ചെറിയ ഇളവുണ്ട്. അതാർക്കാവുന്നില്ല? ദാഇമുൽ ഹദതി, നിത്യാശുദ്ധിക്കാരൻ. അപ്പൊ സ്ഥിരമായിട്ട് അസുഖമുള്ള ആളാ, സ്ഥിരമായി ഈ ശുദ്ധിയില്ലാത്ത ആളാ. അപ്പോ ഈ നിത്യാശുദ്ധിക്കാരൻ അവർക്ക് ഈ പറഞ്ഞ വില ഉടനെ കൊണ്ടുവരൽ നിർബന്ധമാണ്. മനസ്സിലായല്ലോ? നിത്യശുദ്ധിക്കാരന്. കാരണം എന്താ? നിത്യശുദ്ധിക്കാരൻ നജസ് വന്നുകൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണല്ലോ. അയാൾ നിസ്കരിക്കാൻ വേണ്ടി തൽക്കാലം വേഗം കഴുകി വൃത്തിയാക്കി പഞ്ഞു വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഇനി അയാൾ എന്ത് ചെയ്തു? നിസ്കരിക്കണതിന് മുമ്പ് ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീണ്ടും നജസാവും. രണ്ടാമത് വീണ്ടും കഴുകിയതിനു ശേഷം അടുത്ത നിസ്കാരത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അകലം. ഓക്കെ, ഡൗട്ടുകൾ ഉണ്ടോ? ചോദിക്കട്ടെ. അതുപോലെ തന്നെ സമയം കുടുസായ ആളും. അപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് ഇപ്പോ അസർ ബാങ്ക് 3:30 സമയം 3:20 ആയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? വേഗം വേഗം നിസ്കരിക്കുക വേണ്ടത്. നിസ്കാരം കഥാൻ പോവല്ലേ. അപ്പോ സമയം കൊടുസായ ആൾക്കും നിത്യാശുദ്ധിക്കാരനും ഉടനെ ചെയ്യൽ നിർബന്ധമാണ്. ബാക്കിയുള്ളവർക്ക് സുന്നത്തും പെരുതുമാണ്. സംശയങ്ങളെ ചോദിക്കാം. ഒരു ഡൗട്ട് പറയും. ഈ സമയം കുറവുള്ള ആള് പൊതുവില് ഈ സുന്നത്തുകൾ ഒഴിവാക്കുകയാണ് വേണ്ടത്? ഈ 3 പ്രാവശ്യം ചുരുക്കമാണ് വേണ്ടത്? എങ്ങനെയാണ് സുന്നത്തുകൾ ഒഴിവാക്കലല്ല, സുന്നത്തുകൾ പൂർണ്ണമായും എടുത്ത് ചെയ്യൽ തന്നെയാണ് അതിന്റെ ശരിയായ രീതി. ഇവിടെ പറഞ്ഞത് അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ്, ആ ഗ്യാപ്പ്, അനാവശ്യമായ ഗ്യാപ്പ്
കൊണ്ടുവന്നാൽ അയാൾ കുറ്റക്കാരനാകും. നിങ്ങൾ പറഞ്ഞത് രണ്ട് ഭാഗത്തേക്ക് നിങ്ങൾ പറഞ്ഞ ചോദ്യം വരും. ഉദൂയില് മാത്രല്ല നിസ്കാരത്തിലും വരും. ഉദാഹരണത്തിന് ഇപ്പോ സമയം 3:25 ആയിട്ടുണ്ട്. 3:30 അസർ ബാങ്കാണ്. ളുഹർ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ഇയാളിപ്പോ ളുഹർ 4 റക്അത്തും അതിലുള്ള സുന്നത്തുകളൊക്കെ എടുത്ത് ഫാത്തിഹയും സൂറത്തൊക്കെ ഓതി നിസ്കരിക്കുകയാണെങ്കിൽ 5 മിനിറ്റ് മതിയാകൂല, 15 മിനിറ്റ് വേണ്ടി വരും. ഇപ്പൊ അസർ ബാങ്ക് കൊടുക്കാത്തേ ആകെ 5 മിനിറ്റ് ഗ്യാപ്പുള്ളൂ. എല്ലാ സുന്നത്തും ചെയ്യുകയാണെങ്കിൽ 15 മിനിറ്റും വേണം. ഇപ്പൊ എന്തായാലും ഇയാൾ സുന്നത്തുകളൊക്കെ എടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അസർ ബാങ്ക് വിളിക്കണിലും ഇയാൾ നിസ്കാരം പൂർത്തിയാകൂല. അപ്പൊ ഇനി ഇയാള് സുന്നത്തൊക്കെ ഒഴിവാക്കിയിട്ട് ഫർദ് മാത്രം നിസ്കരിക്കുകയാണ് വേണ്ടത്? അല്ല, അയാൾ സാധാരണ രീതിയിൽ തന്നെ നിസ്കരിക്കണം. ഇത് പറഞ്ഞ പോലെ ഇവിടെയും സുന്നത്തുകൾ എടുത്ത് തന്നെയാണ് ഉദു എടുക്കേണ്ടത്. അനാവശ്യമായി ഇടയിൽ ഗ്യാപ്പുകൾ കൊണ്ടുവന്നാൽ അത് കുറ്റക്കാരനാകും എന്നാണ് അർത്ഥം. ഉണ്ടോ? ചോദിക്കാം. അമലുകൾ ചെയ്യുന്ന സമയത്ത് പരമാവധി സുന്നത്തുകൾ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. സുന്നത്തുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര മടിയായിരിക്കും. ഇതുമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു ഡൗട്ടാണ്. ചെയ്യുന്ന സമയത്ത് സുന്നത്തുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര മടിയായിട്ട് മാറും. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ പറയാം. കുറച്ചുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇല്ലെങ്കിൽ അടുത്ത അടിഞ്ഞ്